ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഷനോജ് ലാൽ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ തുടർച്ചയാണ് പറയുന്നത്. സർക്കിൾസിലെ പ്രോപ്പർട്ടീസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മറ്റു കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. രണ്ട് ആർക്കുകൾ ഓൾട്ടർനേറ്റ് ആർക്കുകൾ അഥവാ മറുചാപങ്ങളാവുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ APB എന്ന് പറയുന്ന ആർക്ക്, പിന്നെ ഒരു ആർക്ക് AQB ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകതകൾ എയും ബിയും കോമൺ ആണ്. രണ്ട് ആർക്കിലും കോമൺ പോയിന്റ്സ് ആണ്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് ഫുൾ സർക്കിൾ കിട്ടണം, പൂർണ്ണവൃത്തം കിട്ടണം. രണ്ട് ആർക്കുകൾ ഓൾട്ടർനേറ്റ് എന്ന് പറയുന്നത് നോക്കൂ, APB എന്ന് പറയുന്ന ആർക്കിൻ്റെയും AQB എന്ന് പറയുന്ന രണ്ട് ആർക്കുകളും ഓൾട്ടർനേറ്റ് ആണ് എന്നുള്ള കാരണം രണ്ടിൻ്റെ എൻഡ് പോയിന്റ്സ് സെയിം ആണ്. ജോയിൻ ചെയ്താൽ സ്വാഭാവികമായിട്ടും എന്ത് കിട്ടും? ഒരു പൂർണ്ണവൃത്തം, ഫുൾ സർക്കിൾ കിട്ടുന്നുണ്ട്. രണ്ടും കൂടി ജോയിൻ ചെയ്താൽ സർക്കിൾ കിട്ടുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് ദേ ആർ കോൾഡ് ഓൾട്ടർനേറ്റ് ആർക്സ്. APBയുടെ ഓൾട്ടർനേറ്റ് ആർക്കാണ് AQB, അല്ലെങ്കിൽ AQBയുടെ ഓൾട്ടർനേറ്റ് ആർക്കാണ് AQB. രണ്ടും കൂടി പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ആ കാര്യം എഴുതിയിട്ടുണ്ട്. AQB ഈസ് ദി ഓൾട്ടർനേറ്റ് ആർക്ക് ഓഫ് APB. APBയുടെ മറുചാപമാണ് AQB എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ APB എന്ന് പറയുന്ന ഇതിൻ്റെ ചെറിയൊരു ആർക്ക് ഉണ്ടല്ലോ, AQB എന്ന് പറയുന്ന ആർക്ക് കണ്ടു. ഈ ആർക്ക് ഇതിന്റെ സെന്ററുമായിട്ട് ജോയിൻ ചെയ്താൽ AB എന്ന് പറയുന്ന ഈ ചെറിയ ആർക്കിന്റെ എൻഡ് പോയിന്റുകൾ സെന്ററുമായിട്ട് ജോയിൻ ചെയ്താൽ നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടും. ഈ ആംഗിളിനെ വിളിക്കുന്ന പേര് AQBയുടെ സെൻട്രൽ ആംഗിൾ എന്നാണ്. സോ ദിസ് ആംഗിൾ ഈസ് കോൾഡ് central angle of arc AQB, അല്ലെങ്കിൽ AQB എന്ന് പറയുന്ന ചാപത്തിന്റെ കേന്ദ്രകോണാണ് AOB. ഇതാണ് കേന്ദ്രകോൺ. ഇപ്പോഴത്തെ ഒരു ആംഗിളും കൂടി ഉണ്ട്. ഇത് ആരുടെ സെൻട്രൽ ആംഗിളാണ്? ഇത് ശരിക്കും APBയുടെ സെൻട്രൽ ആംഗിളാണ്. ആരുടെയാണ്? APB. ഈ വലിയ ആംഗിൾ APBയുടെ സെൻട്രൽ ആംഗിൾ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ രണ്ട് സെൻട്രൽ ആംഗിൾസ്, രണ്ട് ആർക്കിന് ഓപ്പോസിറ്റ് ആർക്കുകൾക്ക് രണ്ട് സെൻട്രൽ ആംഗിൾസ് ഉണ്ടാവും. അപ്പോൾ ചെറുതിൻ്റെ സെൻട്രൽ ആംഗിൾ അതിൻ്റെ എൻഡ് പോയിന്റ്സ് സെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്താൽ, അപ്പോൾ ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ കിട്ടണമെങ്കിൽ എൻഡ് പോയിന്റുകൾ എന്ത് ചെയ്താൽ മതി? സെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ചെറിയ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തതെങ്കിൽ X ആണെങ്കിൽ ഇത് മൊത്തത്തിൽ 360 അല്ലേ? വലിയ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? 360 മൈനസ് X ആണ്. ഉള്ള ചോദ്യം നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, പിന്നെ രണ്ട് കോഡുകൾ തന്നിട്ടുണ്ട്, രണ്ട് ഞാണുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് പെർപെൻഡിക്കുലർസ് ടു ഈച്ച് അതർ, രണ്ടും പരസ്പര ലംബങ്ങളാണ്. അപ്പോൾ AB എന്ന് പറയുന്ന ഒരു കോഡുണ്ട്, പിന്നെ CD എന്ന് പറയുന്ന കോഡ്. പെർപെൻഡിക്കുലർ 90 കാണിച്ചിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് APC എന്ന് പറയുന്ന ആർക്കും അതുപോലെ BQD എന്ന് പറയുന്ന ആർക്കും കൂടി ചേർത്താൽ ഒരു സെമി സർക്കിൾ കിട്ടും, അഥവാ അർദ്ധവൃത്തം കിട്ടുന്നു തെളിയിക്കും. അതായത് വൃത്തത്തിന്റെ പകുതി. ഈ രണ്ടാർക്കും കൂടി ചേർത്ത് വെച്ചാൽ നമുക്ക് കിട്ടേണ്ടത് എന്താണെന്ന് പറയണം? ഒരു സെമി സർക്കിൾ അഥവാ അർദ്ധവൃത്തം, ഒരു ഹാഫ് ഓഫ് ദി സർക്കിൾ കിട്ടും. അപ്പം അതിനെ നമ്മൾ സെമി സർക്കിളിൽ നമുക്കിത് കൺസെപ്റ്റ് ഇത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആശയം സെൻട്രൽ ആംഗിൾ ഓഫ് എ സെമി സർക്കിൾ ഈസ് 180 ഡിഗ്രി എന്നാണ്. അതായത് ഒരു അർദ്ധവൃത്തത്തിന്റെ കേന്ദ്ര കോണിന്റെ അളവ് 180 ഡിഗ്രി ആയിരിക്കും എന്ന ആശയം. സെമി സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. കൺസെപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇതിനുവേണ്ടി ആദ്യം നമ്മൾ സർക്കിളിന്റെ സെന്റർ മാർക്ക് ചെയ്യുന്നു. സെന്റർ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ആർക്കിന്റെ എൻഡ് പോയിന്റുകൾ കണ്ടല്ലോ, ആർക്കിന്റെ എൻഡ് പോയിന്റുകൾ ഇതുമായിട്ട് ജോയിൻ ചെയ്യും. ഈ ആംഗിൾ നമുക്ക് X എന്ന് എടുക്കും. ഓക്കെ അല്ലേ? അതുപോലെ BQD എന്ന് പറയുന്ന ഒരു ആർക്ക് കണ്ടു. BQD എന്ന് പറയുന്ന ആർക്ക് ഇതാണ്. ഈ ആർക്കിന്റെ എൻഡ് പോയിന്റുകൾ സെന്ററുമായിട്ട് ജോയിൻ ചെയ്യും. ഇവിടുത്തെ ആംഗിൾ ലെറ്റ് ഇറ്റ് ബി Y എന്ന് വിചാരിച്ചു. നമ്മൾ Aയും Bയും തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഈ ആംഗിളിന്റെ മെഷർ നോക്കൂ. ഈ ആംഗിളിന്റെ മെഷർ ഇതാ ഈ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും അല്ലേ? X/2 ആണ്. എന്താ കാര്യം? ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആർക്കിലുള്ള ആംഗിൾ. X ആണെങ്കിൽ എന്താണ്? ഇത് X ആണെങ്കിൽ എന്താണ്? X/2 ആണ്.
ദിസ് ആംഗിൾ ഈക്വൽ ടു ദിസ് ഹാഫ് ഓഫ് ദിസ് ആംഗിൾ. ഇനി ഇതുപോലെ ഈ ആംഗിൾ വൈ ആയതുകൊണ്ട് ഈ 10 പോയിന്റ്സ് നോക്കാം, ബി ഡിയും നേരെ വരുന്ന ഈ ആംഗിൾ, ഈ വലിയ ആംഗിൾ എന്താ പറയുക, ഇത്രയും ഷെയ്ഡ് ചെയ്ത ആംഗിൾ ഇതായിരിക്കും ഈ ആംഗിളിന്റെ മെഷർ. ഇതാ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ അല്ലേ, ഈ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ബൈ 8. ക്ലിയർ ആവാൻ ചിത്രം ഒന്നും കൂടി വരച്ചു തരാം. എ പി സി, ഇതിന്റെ സെൻട്രൽ ആംഗിൾ എക്സ് ആയതുകൊണ്ട് ഈ ആംഗിൾ എക്സ് ബൈ 2. ബി ക്യു ഡി ആംഗിൾ വൈ ആണ്, അതുകൊണ്ട് ഈ ആംഗിൾ ഇതിൻ്റെ പേര് ഈ ആംഗിൾ വൈ ബൈ 2 ആണ്. ഇവിടെ ട്രയാങ്കിൾ നോക്കൂ, ഈ ട്രയാങ്കിൾ ഇതിന് വേണമെങ്കിൽ ആറെന്ന് കൊടുക്കാം. ഈ ഒരു ട്രയാങ്കിൾ എടുത്താൽ ഇവിടെ ആംഗിൾ 90 ആണ്, ഇത് എക്സ് ബൈ 2 വൈ ബൈ 2, രണ്ടും കൂടി ചേർത്താൽ എക്സ് ബൈ 2 വൈ ബൈ 2 കൂടി കൂട്ടിയാൽ ബാക്കി ഇവിടെ 90 ആയതുകൊണ്ട് ഈ ട്രയാങ്കിൾ ബാലൻസിലെ രണ്ട് ആംഗിൾസ് സംബന്ധമായിരിക്കും 90 ആയിരിക്കും. ഈ ചിത്രത്തിലെ ട്രയാങ്കിൾ ഞാൻ മാറ്റി വരയ്ക്കാം. എ ആർ ഡി, എ ആർ ഡിയിൽ ഇവിടെ വൈ ബൈ 2 ആണ്, ഇവിടെ എക്സ് ബൈ 2 ആണ്. ഇത് രണ്ടും കൂടി ചേർത്താൽ എത്രയാണ് വരിക? ഇത് 90 ആണ്. ഇവിടെ 90 തന്നിട്ടുണ്ട് ഓൾറെഡി, പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് 90 ആണ്. അപ്പം നമുക്ക് ഈ ആംഗിളും ഇതും കൂടി കൂട്ടിയാൽ 180 ആണ്. അല്ലെങ്കിൽ ഇത് 90 ആയതുകൊണ്ട് ഇത് രണ്ടും സംബന്ധമായിരിക്കും 90 ആയിരിക്കും. അപ്പോൾ എക്സ് ബൈ 2 പിന്നെ വൈ ബൈ 2 കൂടി ചേർത്താൽ നമുക്ക് കിട്ടുക 90 ആയിരിക്കും. അപ്പോൾ എക്സ് പ്ലസ് വൈ ഹോൾ ബൈ 2 എന്ന് പറയുന്നത് 90 എന്ന് എഴുതാം. അതുകൊണ്ട് എക്സ് പ്ലസ് വൈ എന്താണ് വരിക? 90 ഇൻറ്റു ഈക്വൽ അപ്പുറത്തേക്ക് 2 എന്ന് പ്രോഡക്റ്റായി മാറും 180. എക്സ് പ്ലസ് വൈ 180 കിട്ടി. ഇപ്പോൾ നമുക്ക് കിട്ടിയത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180 എന്നാണ്. ഈ എക്സ് എന്തായിരുന്നു? എക്സ് എന്ന് പറയുന്നത് എ പി സിന്റെ സെൻട്രൽ ആംഗിളാണ് എക്സ്. വൈ എന്ന് പറയുന്നത് ഇപ്പുറത്തുള്ള ഇതിന്റെ സെൻട്രൽ ആംഗിളാണ്, ഈ ബി ക്യു ഡിയുടെ സെൻട്രൽ ആംഗിളാണ് വൈ. രണ്ടും കൂടി ചേർത്തപ്പോൾ നമുക്ക് 180 എന്ന് കിട്ടിയിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ 180 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് സെൻട്രൽ ആംഗിൾസിന്റെ സം 180 ആണെങ്കിൽ ആ ആർക്ക് എന്തായിരിക്കും? ഒരു സെമി സർക്കിൾ ആവില്ല, ഹാഫ് ഓഫ് ദി സർക്കിൾ ആവില്ല. സോ ദീസ് ടു ആർക്സ് ഫോം എ സെമി സർക്കിൾ. ഈ രണ്ട് ആർക്കുകൾ കൂടി ചേർത്ത് വെച്ചാൽ ഒരു അർദ്ധവൃത്തം കിട്ടുമെന്ന് ഇങ്ങനെ തെളിയിക്കും. ഓൾട്ടർനേറ്റ് ആർക്കുകൾ എന്താണെന്ന് പഠിച്ചു. ഓൾട്ടർനേറ്റ് ആർക്കുകൾ, അപ്പം എ ക്യു ബി എന്ന് പറയുന്ന ഒരു ആർക്ക് ഉണ്ടെന്ന് വിചാരിച്ചു. ഇതൊരു ആർക്കാണ്, ഒരു ചാപമാണ്. അതിൻ്റെ സെൻട്രൽ ആംഗിൾസ്, അതിൻ്റെ സെൻട്രൽ ആംഗിൾ കിട്ടാൻ, കേന്ദ്രവും കിട്ടാൻ ഇത് ജോയിൻ ചെയ്താൽ നമുക്ക് സെൻട്രൽ ആംഗിൾ എക്സ് എന്ന് കിട്ടുമല്ലോ. യെസ്, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്ക് അഥവാ മറു ചാപത്തിലുള്ള ആംഗിൾ എന്താ നോക്കാം. അപ്പോൾ ഇതൊരു പി ആയിക്കോട്ടെ. അപ്പോൾ ഈ ഒരു മെഷർ എത്രയായിരിക്കും? ഇത് നമ്മൾ മുമ്പേ പഠിച്ച ഒരു ചിത്രമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. കാരണം ഇവിടെ നമുക്കൊരു കോഡ് വരച്ചാൽ, അത് നേരത്തെ നമ്മൾ പഠിച്ചിട്ട് കോഡ് വരച്ചാൽ സെൻറ്ററുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിളിൻ്റെ പകുതിയാണ് ഇവിടെ ഉണ്ടാവുക, എക്സ് ബൈ 2. ഈ കൺസെപ്റ്റ് വെച്ചിട്ട് എ ക്യു ബി എന്ന് പറയുന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതുപോലെ നമുക്ക് വേറെ ഇതേപോലെ ഇവിടെ വരച്ചാൽ ഇത് സെയിം എക്സ് ബൈ 2 തന്നെയാണ്. വേറെ ഇത് വരച്ചാൽ ഒക്കെ എക്സ് ബൈ 2 തന്നെയായിരിക്കും ഉണ്ടാവുക, എക്സ് ബൈ 2. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന കൺസെപ്റ്റ് ഇതാണ്. ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫാണ്, ഒരാർക്കിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫാണ് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിൾ. അപ്പോൾ ഒരു ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും അതിൻ്റെ മറുചാപത്തിലെ ഏത് കോണും. അപ്പോൾ ഇവിടുത്തെ ഒരേ ആർക്കിലാണ്. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഈ വലിയ ആർക്ക്, ഈ വലിയ ആർക്കിലുള്ള എല്ലാ ആംഗിൾസും ഇതേപോലെ എക്സ് ബൈ 2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് വേറെ ഒരു കൺസെപ്റ്റ് കൂടി പറയാൻ പറ്റും. ഒരേ ആർക്കിലുള്ള എല്ലാ ആംഗിൾസും തുല്യമായിരിക്കും. ഓൾ ആംഗിൾസ് ഇൻ ദ സെയിം മാർക്ക് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ ഇൻ മെഷർ. ഒരേ ചാപത്തിലെ എല്ലാ കോണുകളും തുല്യമാണ്. അത് എത്ര എണ്ണം വേണ്ടെങ്കിലും വരയ്ക്കാം, ഒരേപോലെ ആയിരിക്കും. കാരണം അതിലൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, എൻ പോയിന്റുകൾ ഒരേപോലെ ആവണമെന്നുണ്ടാവും. ഇതേപോലെ ആവണം. ഈ രണ്ട് ആമുകളും രണ്ട് ഭുജങ്ങളും ഒരേ കേന്ദ്രത്തിൽ കൂടെ കടന്നു പോയാലേ ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കൺസെപ്റ്റ് ആണ് അടുത്തായിട്ട് പഠിക്കേണ്ടത്. അപ്പം ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ അറിയാമെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിളിൻ്റെ മെഷർ അതിൻ്റെ ഹാഫ് ആയിരിക്കുന്ന കൺസെപ്റ്റാണ്. അപ്പോൾ ഇവിടെ എക്സ് ബൈ 2 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക? 180
മൈനസ് എക്സ് ബൈ ടു ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ച കൺസെപ്റ്റ് ആയിരുന്നത്. ഇവിടെ എക്സ് ബൈ ടു ആണെങ്കിൽ ഇവിടുത്തെ മെഷർ പറഞ്ഞിട്ടുണ്ടായത് 180 മൈനസ് എക്സ് ബൈ ടു. ഒരു കാര്യം കൂടി ഇതിൽ പറയാനുണ്ട്. നമുക്ക് ഇവിടുത്തെ മെഷർ എക്സ് ആണെങ്കിൽ ഈ മെഷർ എത്രയാണ് നമ്മൾ പഠിച്ചത്? 180 മൈനസ് എക്സ് ആണ്. ഇത് ഈ രണ്ട് ആംഗിൾസിനുള്ള പ്രത്യേകത, എ പി ബി എന്ന് പറയുന്ന ആംഗിളും എ ക്യു ബി എന്ന് പറയുന്ന ഈ ആംഗിളും ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണ്? രണ്ടും എ പി ബി എന്ന് പറയുന്ന ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് എ ക്യു. അപ്പോൾ ഈ രണ്ട് ആംഗിൾസിനെ പറ്റിയും ആംഗിൾസ് ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്കുകൾ എന്ന് പറയും, അഥവാ മറു ചാപങ്ങളിലെ കോണുകളാണ്. മറുചാപങ്ങളിലെ കോണുകളുടെ തുക കൂടി ആഡ് ചെയ്ത് നോക്കാം. അതായത് സം ഓഫ് ആംഗിൾസ് ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്സ്. അതായത് ആംഗിൾ എ പി ബിയും ആംഗിൾ എ ക്യു ബിയും തമ്മിൽ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ആംഗിൾ എ പി ബി 1x ആംഗിൾ എ ക്യു ബി 180 മൈനസ് എക്സ് ആണ്. കട്ടായിപ്പോൾ എന്തായി? 180. സോ വി ഹാവ് one more property. Angles in the alternate arcs are supplementary. മറു ചാപങ്ങളിലെ കോണുകൾ അനുപൂരകങ്ങളാണ്. കൺസെപ്റ്റ് നമുക്ക് നേരിട്ട് കോൺ മെഷർ ചെയ്ത് വരയ്ക്കാൻ പറ്റാത്ത കോണുകൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഡ്രോ ആൻ ആംഗിൾ ഓഫ് മെഷർ 22.5 ഡിഗ്രി. ഇത്രയാണ് 22.5 ഡിഗ്രി അളവുള്ള കോണ് വരയ്ക്കണം. നമുക്ക് ഇങ്ങനെയാണ് ഒരു ആംഗിൾ നമുക്ക് കിട്ടാൻ 22.5 ആണ് മെഷർ ചെയ്യുന്നത്. സോ 22.5 വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചു. അതിൻ്റെ ഒരു ഡയമീറ്റർ വരച്ചെന്ന് വിചാരിച്ചു. എ ബി ആണ് ഡയമീറ്റർ. നമുക്ക് ഇവിടുന്ന് ഒരു മെഷർ 45 ഡിഗ്രി മെഷർ വെച്ചൂടെ? യെസ്, ഇവിടുന്ന് നമുക്കൊരു ആംഗിൾ വരയ്ക്കാം. 45 നമ്മളൊരു ആംഗിൾ വരച്ചു. എന്നാൽ ഇത് ജോയിൻ ചെയ്താൽ ഇതിൻ്റെ മെഷർ എത്രയായിരിക്കും? ഇതിൻ്റെ ഹാഫ് ആവല്ലോ. ഇവിടുത്തെ നമ്മൾ നേരത്തെ പഠിച്ച ഈ സെൻട്രൽ ആംഗിൾ, ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് 45. അതിൻ്റെ ഹാഫാണ് ഇവിടെ ഉണ്ടാവുക. ഇതിൻ്റെ 45ൻ്റെ ഹാഫ് 45/2 ഇറ്റ് ഈസ് 22.5. ഇതിൻ്റെ പകുതി കൂടി വരയ്ക്കാം. 22.5ൻ്റെ പകുതി. ഡ്രോ ആൻ ആംഗിൾ whose measure is half of 22.5. അപ്പോൾ ഇവിടെ നമുക്ക് 22.5 ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഒരു എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു സർക്കിൾ കൂടി വരയ്ക്കാം. ഇത് ഡയമീറ്റർ ആക്കി വെച്ചിട്ട് ഇത് റേഡിയസ് എടുത്തിട്ട് ഒരു സർക്കിൾ കൂടി ഞാൻ വരയ്ക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു റേഡിയസ്, ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ 22.5 ആകുമ്പോൾ ഇവിടെ ഇത് ജോയിൻ ചെയ്താൽ ഇത് എത്രയായിട്ടുണ്ടാവുക? ഹാഫ് ഓഫ് 22.5. ഓക്കെ, ഒരു ചോദ്യം നോക്കാം. ഡ്രോ ദ സർക്കം സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ with angles 30, 70 and 80 degree whose circumradius is 2.5 cm. പരിവൃത്ത ആരം 2.5 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു പരിവൃത്തം വരയ്ക്കണം. ത്രികോണത്തിന്റെ കോണുകൾ 30, 70, 80 ഡിഗ്രികളാണ്. അപ്പോൾ ഇവിടെ ഇതാണ് അതിൻ്റെ റഫ് ചിത്രം. ആംഗിൾസ് 80, 70 and 30 ആവണം. അതിൻ്റെ റേഡിയസ് എത്രയാണ്? 2.5 സെന്റിമീറ്റർ. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച പ്രോപ്പർട്ടിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ അറിയുന്ന ഒരു കൺസെപ്റ്റ്, ഇവിടുത്തെ ആംഗിൾ 30 ആണെങ്കിൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും ഈ ഒരു ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ. 30ൻ്റെ ഡബിൾ 60. നമ്മൾ തൽക്കാലം നമുക്ക് ഈ ഒരു 2.5 റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ആദ്യം 2.5 സെന്റിമീറ്റർ റേഡിയസിലുള്ള ഒരു സർക്കിൾ വരയ്ക്കുന്നു. 2.5 റേഡിയസുള്ള റേഡിയസ് 2.5 സെന്റിമീറ്റർ ആണ്. ഇവിടുത്തെ ഒരു ആംഗിൾ നമുക്ക് പ്രൊട്രാക്ടർ വെച്ചിട്ട് ഒരു ആംഗിൾ 60 ഡിഗ്രി മെഷർ ചെയ്യാം. ഇവിടെ 60 ഡിഗ്രിയാണ്. നമ്മൾ 60 ഡിഗ്രി മെഷർ ചെയ്യും. നമുക്കിത് ജോയിൻ ചെയ്താൽ ഇതെന്തായിരിക്കും? നമ്മൾ ആ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡായിരിക്കും. ഇപ്പോൾ ABC ആണ് ട്രയാങ്കിൾ എങ്കിൽ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിലെ 30ക്ക് ഓപ്പോസിറ്റായ സൈഡാണ് AB. ആ സൈഡ് കിട്ടി, ഒരു സൈഡ് കിട്ടിയിട്ടുണ്ട്. ഈ ആംഗിളിന് ഈ രണ്ട് എൻഡ്സും കൂടി ജോയിൻ ചെയ്ത് ഒരു സൈഡ് കിട്ടിയിട്ടുണ്ട്. കൺസെപ്റ്റ് യൂസ് ചെയ്ത് പറയാം. ഇനി നമുക്കിവിടെ ഏതെങ്കിലും ഒരു ആംഗിൾ 70 എന്നോ 80, നമുക്കിവിടെ 70 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യണം. പ്രൊട്രാക്ടർ വെച്ചിട്ട് നമുക്ക് 70 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ഇവിടെ നിന്നുകൊണ്ട് പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്യാം. ഈ ഒരു ആംഗിൾ നമുക്ക് മുകളിലേക്ക് നീട്ടി വരയ്ക്കാം. ഇവിടെ കൂട്ടുന്ന പോയിന്റ്
ഇ ആയിക്കോട്ടെ. സോ ദിസ് ആംഗിൾ ഈസ് 70 ഡിഗ്രി. ഈ പിയും എയും തമ്മിൽ ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഇത് 70 ആണ്, 60യുടെ ഹാഫാണ് ഇവിടെ 30 ഉണ്ടാവുക. ഓട്ടോമാറ്റിക്കലി ഇത് 80 ആയിട്ടുണ്ടാവും. കാരണം ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിളും കൂടി കൂട്ടിയാൽ 180 ആണ്. ഇതാണ് ഇത്. അടുത്ത ചോദ്യം നോക്കാം. ചിത്രത്തിൽ O സെൻറ്റർ ആയിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ട്. അതിൽ 4 പോയിന്റ്സ് ആണ് എ ബി സി ഡി. അപ്പോൾ ഞാൻ ബിയും ഡിയും ജോയിൻ ചെയ്തു. ഇത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു പുറത്തേക്ക്. അതുപോലെ എയും സിയും പുറത്തേക്ക് നീട്ടി വരച്ചു. അപ്പോൾ എ സി നീട്ടി വരച്ചതും ബി ഡി എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചതും കൂടി പി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ മുട്ടിയിട്ടുണ്ട്, ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്, പിയിൽ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബി സിയും എ ഡിയും ക്യൂവിൽ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എ ഡിയും ബി സിയും ക്യൂവിൽ ഇന്റർസെക്ട് ചെയ്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ആംഗിൾ എ ക്യു ബി എന്ന് പറയുന്ന ഈ ആംഗിളിൻ്റെയും പിന്നെ അതുപോലെ തന്നെ എ പി ബി എന്ന് പറയുന്ന ഈ ആംഗിളിൻ്റെയും സം ആയിരിക്കും സെൻട്രൽ ആംഗിളായ എ ഒ ബി. പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എ ഒ ബി ഈസ് ഈക്വൽ ടു പ്രൂവ് ദാറ്റ് ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു സം ഓഫ് ആംഗിൾ എ ക്യു ബി ആൻഡ് എ ക്യു ബി. എ ക്യു ബിയും എ പി ബിയും കൂട്ടിയാൽ എ ഒ ബി കിട്ടുമെന്ന് തെളിയിക്കും. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് എ ബി എന്ന ചെറിയ ഒരു ആർക്ക് ഉണ്ടല്ലോ, ചെറിയ ചാപം. ഈ ചാപത്തിലെ ആംഗിൾ ഞാൻ എക്സ് എന്ന് എടുക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ എക്സ് ആണെങ്കിൽ ഇവിടെ എന്താ ഉണ്ടാവുക? എക്സ് ബൈ 2. ഇതിൻ്റെ നേരെ ഹാഫ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതുപോലെ സി ഡി എന്ന് പറയുന്ന ആർക്ക്, സി ഡിയിലെ ആർക്ക് സെൻട്രൽ ആംഗിൾ നമ്മൾ ജോയിൻ ചെയ്താൽ ഇത് വൈ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ സി ഡിയുടെ സെൻട്രൽ ആംഗിൾ വൈ ആണെങ്കിൽ ഇതെന്തായിരിക്കും വരിക? വൈ ബൈ 2 ആണ് വരിക. വൈ ആണെങ്കിൽ അത് വൈ ബൈ 2 ആണ്. ഈ ആംഗിൾ എക്സ് ബൈ 2 ആണെങ്കിൽ അതേ ആർക്കിലുള്ള ആംഗിളാണിത്. ഇതും എന്തായിരിക്കും? എക്സ് ബൈ 2 ആയിരിക്കും. നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, ഒരു ട്രയാങ്കിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ അതിൻ്റെ രണ്ട് റിമോട്ട് ഇൻറ്റീരിയർ ആംഗിൾ സം ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ എക്സും ഇവിടെ വൈയും ആണെങ്കിൽ ഇതെന്തായിരിക്കും? എക്സ് പ്ലസ് വൈ ആയിരിക്കും. നമുക്ക് അതുപോലെ ട്രയാങ്കിൾ കാണാൻ പറ്റുന്നില്ലേ? ഏതാണ്? എ പി ഡി. ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് പിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഇവിടുത്തെ ആ മെഷർ എന്ന് പറയുന്നത് എക്സ് ബൈ 2 ആണ്, ഇവിടെ വൈ ബൈ 2 ആണ്. നമുക്കിത് കണ്ടുപിടിക്കാം. ഏതാണ്? ആംഗിൾ പി. ആംഗിൾ പി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ആംഗിൾ പിയും വൈ ബൈ 2 കൂടി ആഡ് ചെയ്താൽ ആംഗിൾ എക്സ് ബൈ 2 കിട്ടും. അതുകൊണ്ട് ആംഗിൾ പി എത്രയായിരിക്കും? എക്സ് ബൈ 2 മൈനസ് വൈ ബൈ 2 അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ ബൈ 2. സോ ഇവിടുത്തെ ആംഗിൾ എക്സ് മൈനസ് വൈ ബൈ 2 ആണ്. സോ ദിസ് മെഷർ ഈസ് എക്സ് മൈനസ് വൈ ഹോൾ ബൈ 2. അതുപോലെ നമുക്ക് മറ്റൊരു ട്രയാങ്കിൾ കൂടി കാണാം, എ സി ക്യു ഉണ്ടല്ലോ, എ സി ക്യു. ഇതേ പ്രോപ്പർട്ടി നമുക്ക് ആ ട്രയാങ്കിളിൽ നമുക്ക് ട്രയാങ്കിൾ മാറ്റി വരയ്ക്കാം. എ സി ക്യു. എയുടെ മെഷർ വൈ ബൈ 2 ആണ്, സിയുടെ മെഷർ എക്സ് ബൈ 2 ആണ്. ഇവിടുത്തെ മെഷർ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ദിസ് ആംഗിൾ എ ക്യു ബി. എ ക്യു ബി എന്താ കിട്ടുക? എ ക്യു ബി കിട്ടാൻ എക്സ് ബൈ 2 പ്ലസ് വൈ ബൈ 2 ആണ്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് ആംഗിൾ എ ക്യു ബി എഴുതാം. ആംഗിൾ എ ക്യു ബി ഈസ് ഈക്വൽ ടു എക്സ് ബൈ 2 പ്ലസ് വൈ ബൈ 2 അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ബൈ 2. ഇനി നമുക്ക് ഈ രണ്ട് ആംഗിൾസും കൂടി ആഡ് ചെയ്ത് നോക്കണം. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ഇതിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് നോക്കാം. ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? ആംഗിൾ എ ക്യു ബിയും അതുപോലെ ആംഗിൾ പിയും കൂടി ആഡ് ചെയ്ത് നോക്കാം. ആംഗിൾ എ ക്യു ബി എക്സ് പ്ലസ് വൈ ബൈ 2 ആണ്. അതുപോലെ ആംഗിൾ പി എത്രയാണ്? എക്സ് മൈനസ് വൈ ബൈ 2 ആണ്. അപ്പോൾ അതൊന്നും കൂടി മാറ്റിയാൽ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ ബൈ 2 ക്യാൻസൽ ആയിപ്പോൾ 2x ബൈ 2. അപ്പോൾ എന്തെന്ന് കിട്ടും? എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ എ ഒ ബി. ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് എന്താണ്? എ ബി എന്ന് പറയുന്ന ആർക്കിൻ്റെ
സെൻട്രൽ ആംഗിളാണ്. നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി എ ബി എന്ന് പറയുന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ ഈ ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിളിൻ്റെയും ഇവിടുത്തെ ആംഗിളിൻ്റെയും എന്താണ് സമാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഹോംവർക്ക് ആണുള്ളത് പേജ് നമ്പർ 53 and 54 1 to 6. നിങ്ങൾ ഹോംവർക്ക് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാൽ, പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു നമ്മളുടെ ഈ ഐഡിയാസ്, ആശയങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് മനസ്സിലാവും. 1-2 പ്രാവശ്യം കേട്ട ശേഷം നമ്മൾ സ്വയം ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് മാത്രം നമുക്ക് കിട്ടിയ ആൻസർ അടുത്ത ക്ലാസ് ആയിട്ട് വെരിഫൈ ചെയ്ത് നോക്കുക. ഒരു കാര്യം കൂടി ചെയ്യണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിനടുത്തുള്ള ബെൽ ബട്ടൺ അതുകൂടി പ്രസ് ചെയ്യണം. ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. എന്തായാലും ക്ലാസ് കേട്ടതിന് നന്ദി.